മനോഹരമായ വാദ്യോപകരണമാക്കി ആ മഹാശില്പി മാറ്റുകയാണ്. മറ്റുമൊക്കെ കൊണ്ട് അടിക്കുന്നുണ്ട്, കുത്തുന്നുണ്ട്. ഈ സമയത്തൊക്കെ മുളന്തണ്ടിന് നല്ല വേദനിക്കാധികാരസ്ഥേ മാ ഫലേഷു കഥാചര. നിങ്ങൾക്ക് സംഭവിച്ചത് ഒരു നല്ല അവസാനം അല്ല, നാശം സംഭവിക്കുകയില്ല. ഇനി എനിക്ക് ഭഗവാൻ തോൽവിയായിരിക്കോ തരിക എന്നൊക്കെയുള്ള സംശയമുള്ളവരോട് എനിക്ക് വിജയിപ്പിക്കാമായിരുന്നു. പക്ഷേ ഭഗവാൻ അതൊരിക്കലും ചെയ്യില്ല. എല്ലാവർക്കും നമസ്കാരം. പരീക്ഷകൾ അടുത്തിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതൊന്നും അറിയില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവർക്കാണ് ഈ വീഡിയോ. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഈ പരീക്ഷാ ഭയം എന്നത് അതൊരിക്കലും നമ്മൾ പഠിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കഴിവ് കേടുകൊണ്ടോ ഒന്നുമല്ല. അത് നമ്മളിലുള്ള വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാത്തത് കൊണ്ട് മാത്രമാണ്. അതേ നമ്മൾ ചെറിയൊരു പണി ചെയ്താൽ മാത്രം മതി. അതിനു മുമ്പ് ഞാൻ ആദ്യം തന്നെ ഒരു കഥ പറയാം. കഥ ആദ്യം നിങ്ങൾ കേൾക്കൂട്ടോ. ഒരിക്കൽ ഒരു മുളന്തണ്ട് ഉണ്ടായിരുന്നു. ഒരു ചെറിയ മുളന്തണ്ട് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ വളരെയധികം വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. അതായത് ആരെങ്കിലും കൊണ്ട് നടക്കുകയാണെങ്കിൽ വെറുതെ അതിനെ തട്ടിപ്പോവും. അപ്പം അതിന് വലിയ വേദനയാട്ടോ. അതിങ്ങനെ കരയില് ഒരു മഹാശില്പി ആ മുളന്തണ്ടിനെ കാണുകയാണ്. അങ്ങനെ ആ ശില്പി അത് കൊണ്ടുപോയി അതുമേ കുറേ എന്തൊക്കെയോ കത്തിയും മറ്റുമൊക്കെ കൊണ്ട് അടിക്കുന്നുണ്ട്, കുത്തുന്നുണ്ട്. ഈ സമയത്തൊക്കെ മുളന്തണ്ടിന് നല്ല വേദനിക്കുന്നുണ്ട്. മുളന്തണ്ട് കൂടുതൽ വിളിച്ച് കരയാണ്. അങ്ങനെ കുറേ പണികൾക്ക് ശേഷം അത് ഒരു മനോഹരമായ വാദ്യോപകരണമാക്കി ആ മഹാശില്പി മാറ്റുകയാണ്. അങ്ങനെ അതിൽ നിന്ന് ഒരു മനോഹരമായ സംഗീതം പുറപ്പെടുവിക്കുകയാണ്. ആ സംഗീതം ഏറ്റപ്പോൾ തന്നെ മുളന്തണ്ടിൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാവുകയും അതുപോലെ അതിൻ്റെ വേദനകളെല്ലാം ഇല്ലാതാവുകയും ചെയ്യുകയാണ്. അത് മാത്രമല്ല, ആ മുളന്തണ്ടിൽ നിന്ന് ഉയർന്ന ആ ഗാനം ആ ലോകത്തെ മുഴുവൻ കുളിർപ്പിക്കുകയാണ്. പിന്നീട് ആളുകൾ ആ മുളന്തണ്ടിനെ വെറുതെ തട്ടിപ്പോവുകയല്ല ചെയ്തത്. ആ മുളന്തണ്ടിനെ പ്രാർത്ഥിച്ചു, അതിനെ ദിവ്യമായി കണ്ടു. ഇതിനെല്ലാം കാരണം എന്തെന്നറിയാമോ? ആരാണ് ആ മഹാശില്പി എന്നറിയാമോ? അത് സാക്ഷാൽ ഭഗവാൻ തന്നെയായിരുന്നു. ഭഗവാൻ ആ മുളന്തണ്ടിനെ തൻ്റെ ഓടക്കുഴലാക്കിയാണ് മാറ്റിയത്. പിന്നീട് ആ ഓടക്കുഴലാണ് ഭഗവാന്റെ കൂടെ എന്നും തൻ്റെ സന്തത സഹചാരിയായി എപ്പോഴും കൂടെ കൊണ്ട് നടന്നത്. ധാരാളം ആളുകൾ ആ ഓടക്കുഴലെങ്കിലും താനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയ ആ ഓടക്കുഴൽ. ഇതുപോലെയാണ് നമ്മുടെ ജീവിതം. ചിലപ്പോൾ നമുക്ക് വലിയ വിഷമങ്ങൾ ഉണ്ടാവും, വലിയ വേദനകൾ ഉണ്ടാവും. പക്ഷേ അതെല്ലാം അവസാനിക്കുന്നത് തീർച്ചയായും ഒരു വിജയത്തിലായിരിക്കും. നമുക്ക് സന്തോഷം തീർച്ചയായും ലഭിക്കും. നല്ല ആളുകൾക്ക് ഒരിക്കലും നാശം സംഭവിക്കുകയില്ല. ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് ഒരു മഹത് വചനമാണ്. നിങ്ങൾക്ക് സംഭവിച്ചത് ഒരു നല്ല അവസാനം അല്ല എങ്കിൽ അതൊരിക്കലും ഒരു അവസാനമല്ല. അതെ, ഇനി നിങ്ങൾ പരീക്ഷ എഴുതുകയാണ്, അതിലെന്തെങ്കിലും പ്രശ്നം പറ്റുകയാണെങ്കിൽ തന്നെ അതൊരിക്കലും നിങ്ങളുടെ അവസാനമല്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനൊരു ഭഗവത്ഗീതയിലെ ശ്ലോകം പറയാം. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മ ഫലഹേതുർഭൂ മാത്തേ സംഘോസ്തു കർമ്മണി. ഇതിനർത്ഥം എന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നാണ്. നിങ്ങൾക്ക് കർമ്മം ചെയ്യുവാനുള്ള അധികാരമുണ്ട്, എന്നാൽ ഒരിക്കലും അതിൻ്റെ ഫലത്തെ ആഗ്രഹിക്കരുത്. അതായത് നിങ്ങൾ ഇപ്പോൾ തന്നെ ചിന്തിക്കുകയാണ്, ഞാൻ പരീക്ഷയിൽ തോറ്റുപോകും, അതുകൊണ്ട് എനിക്ക് പഠിക്കണ്ട. അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. നിങ്ങളുടെ ഫലം വിജയമോ പരാജയമോ ആകട്ടെ, പക്ഷേ അവിടെ നിങ്ങൾ കർമ്മം ചെയ്യുക എന്നതാണ് പ്രധാനം. പരീക്ഷാ ഭയമൊക്കെ മാറ്റാനുള്ള ഒരു വഴിയാണ് പ്രാർത്ഥന. അപ്പോൾ പരീക്ഷയുടെ സമയത്ത് എങ്ങനെയാണ് മണിക്കൂറുകളോളം ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുക എന്നായിരിക്കും ചോദ്യം. വേണ്ട, വെറും ഒരു മിനിറ്റ് നേരം കണ്ണടച്ചുകൊണ്ട് ധ്യാനം എല്ലാവർക്കും ചിലപ്പോൾ ചെയ്യാൻ സാധിക്കില്ല, കോൺസെൻട്രേഷൻ കിട്ടില്ല. എങ്കിലും പരമാവധി കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നാമം മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുക. അത്രമാത്രം ചെയ്താൽ മതിയാവും ഈ പരീക്ഷാ സമയമൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച്. പിന്നെ ഇനി എനിക്ക് ഭഗവാൻ തോൽവിയായിരിക്കോ തരിക എന്നൊക്കെയുള്ള സംശയമുള്ളവരോട് എനിക്ക് ഒരേ ഒരു കാര്യമേ പറയുവാനുള്ളൂ. 100 കൗരവരുണ്ടായിരുന്നവരെ വെറും 5 പാണ്ഡവരെ കൊണ്ട് തോൽപ്പിച്ച ഭഗവാനെയാണോ നിങ്ങൾക്ക് സംശയം? അതുകൊണ്ട് ആ ഭയം ഒന്നും വേണ്ട. പ്രാർത്ഥനയും നിങ്ങളുടെ കർമ്മം കൃത്യമായും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വിജയം സുനിശ്ചിതം. മഹാഭാരത കഥ എല്ലാവർക്കും അറിയാലോ. അതിൽ പഞ്ചപാണ്ഡവർക്കും തോൽവിയുടെ വക്കിൽ നിൽക്കുകയായിരുന്നു. അവർ വെറും 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കൗരവര് 100 പേരുണ്ടായിരുന്നു. പക്ഷേ ആർക്കാണ് വിജയം ലഭിച്ചത്? അത് പഞ്ചപാണ്ഡവർക്കാണ്.
അതിന് കാരണം എന്താണ്? കാരണം തേരാളിയായി അവരുടെ മുന്നിലുണ്ടായിരുന്നത് സാക്ഷാൽ ഭഗവാനാണ്. അതിനാൽ നിങ്ങൾ ഭഗവാനെയാണ് തേരാളിയായി നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരാളായി കരുതുന്നത് എങ്കിൽ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ്. പക്ഷേ അവിടെ കർമ്മം ചെയ്യണം. ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉപദേശിക്കുന്നത്, അർജുനനെ ഉപദേശിക്കുന്നുണ്ട്. അതിൽ അർജുനൻ ഒന്നും ചെയ്യാതെ, തൻ്റെ യുദ്ധം ചെയ്യാതെ തളർന്നിരിക്കുകയായിരുന്നു. ഭഗവാന് ഒരൊറ്റ നിമിഷം കൊണ്ട് ഒന്നും ചെയ്യാത്ത അർജുനനെ വിജയിപ്പിക്കാമായിരുന്നു. പക്ഷേ ഭഗവാൻ അതൊരിക്കലും ചെയ്യില്ല. കാരണം കർമ്മം ചെയ്തവനെ വിജയം ഭഗവാൻ കൊടുക്കുകയുള്ളൂ. അവിടെ അർജുനന് ഭഗവാൻ വെറുതെ വിജയം കൊടുത്തില്ല. അർജുനനെ ഉപദേശിച്ചു, കർമ്മം ചെയ്യുവാനായി ഉപദേശിച്ചു. അർജുനൻ എപ്പോഴാണോ കർമ്മം ചെയ്തത് അപ്പോഴാണ് അവന് വിജയം കൊടുത്തത്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർമ്മം ചെയ്യണം എന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാനിത് പറഞ്ഞത് കുറച്ച് ഭഗവത്ഗീതയും അതുപോലെ തന്നെ ഭഗവാന്റെ കഥയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ പറഞ്ഞതാട്ടോ. എല്ലാവർക്കും നന്ദി. താങ്ക് യു.